പോലീസ് എങ്ങാനും അന്വേഷിച്ചൊടുവില് നമ്മളിലേക്കാണ് എത്തൂ. എത്താതിരിക്കാനല്ലേ ആ പ്രകാശനെ കൊണ്ട് അസ്ഥികൂടം കുഴിച്ചിടിപ്പിച്ചതും അതിന്റെ വീഡിയോ നമ്മൾ എടുത്തു വച്ചതും. കുറുപ്പ് സാറേ, ഈ രാഷ്ട്രീയത്തിലെങ്ങാനും സാഗറിനൊരു സ്കോപ്പുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് എല്ലാ നെറികേടുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന സാഗറിനെ പോലുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനാകും. വരട്ടെ, നമുക്കൊരു സീറ്റ് നോക്കാമെന്നേ. എന്നാ കാത്തിരുന്നോ. തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമല്ല, അങ്ങ് തലസ്ഥാന നഗരിയിൽ നീയും നിന്റെ കെട്ടിയോളം തിണ്ണ നിരങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ, കൂട്ടത്തില് നീ ഉണ്ടാവുമല്ലോ ആ തിണ്ണകൾ നിരങ്ങാൻ. ഓടി. ആഹാ, അച്ഛനും മരുമകനും ഉണ്ടല്ലോ. താമസം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയതാണോ, അതോ പോലീസുകാര് വന്ന് നിങ്ങളെ ആനയും അമ്പാരിയും വെൺചാമരവും വീശി കൂട്ടിക്കൊണ്ടു വന്നതാണോ? ഇത്രയും ക്രിമിനലുകളുള്ള വീട്ടിൽ എന്റെ ഏട്ടന്റെ മോള് വളരണ്ട. ഇത് ദിയമോളെ തിരികെ വാങ്ങി തരണോന്ന് പറഞ്ഞ് ഇവിടുത്തെ സർക്കിളിന് കൊടുക്കാമെന്ന പരാതിയാ. ഇല്ലെങ്കിൽ കുറച്ചു നാള് കഴിഞ്ഞ് ഒരു കൊച്ചു അസ്ഥിക്കൂടം ഇതുപോലെ കുഴിച്ചെടുക്കേണ്ടി വരും. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക അല്ലേ? അതെ, നീ വേഗം ഈ പരാതി കൊണ്ടേ കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിലേ നിന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിട്ട് ചവിട്ടി കൂട്ടിന്ന് പറഞ്ഞ് വേറൊരു പരാതി കൂടി എഴുതി കൊടുക്കേണ്ടി വരും. ഞാൻ അകത്തൊന്ന് പോയിട്ട് വരട്ടെ, കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഒരു പരാതി ഫയൽ ചെയ്യുന്നുണ്ട്. രാജീവ് മേനോന്റെ മരണം അനിയത്തിയുടെ ഭർത്താവിന്റെ കരുതിക്കൂട്ടിയുള്ള കൊല ചെയ്യലായിരുന്നു എന്ന്.